നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്കും പാർട്ടികൾക്കും ഏറെ നിർണായകമാണ്. അതിനേക്കാൾ പ്രധാനം PV അൻവറിനാണ്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കപ്പെടുന്നത് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പോടു കൂടിയാകും. UDF ആരെ സ്ഥാനാർത്ഥിയാക്കുന്നുവോ അൻവർ അവരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ LDF അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. BJP മത്സരിക്കുമോ എന്ന് പോലും അറിയില്ല. കാരണം BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് നിലമ്പൂരിൽ BJP മത്സരിക്കുന്നത് ഗുണകരമാവില്ല എന്നാണ്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ നിലവിൽ BJPയിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ചതോടെയാണ് ആശയക്കുഴപ്പം രൂപപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രസക്തിയില്ല. അതിനാൽ സമയവും അധ്വാനവും സാമ്പത്തികവും നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം നേതാക്കൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ എതിർക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പകരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വത്തിന്റെ നിർദ്ദേശം. പുതിയതായെത്തിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ ദൗത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണേണ്ടതില്ലെന്നാണ് BJP തീരുമാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8595 വോട്ടാണ് BJPക്ക് നേടാനായത്. 2016 മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 12284 വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു. 2021 വോട്ട് കുറയുകയാണ് ചെയ്തത്. മാത്രവുമല്ല, മണ്ഡലത്തിൽ BJPയുടെ വിജയസാധ്യത വളരെ കുറവാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് പോയിട്ട് യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവും BJP നേതൃത്വത്തിനുണ്ട്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJP സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേട്ടത്. മലബാറിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനസ്വീകാര്യത ആർജിച്ചെടുത്ത വനിതാ നേതാവാണ് നവ്യ ഹരിദാസ്. കഴിഞ്ഞ വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ പോരാട്ടത്തിന് മുഖമായിരുന്നു നവ്യ. നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നവ്യ പരാജയപ്പെട്ടെങ്കിലും വലിയ സ്വീകാര്യത നേടിയെടുത്തിരുന്നു. CPM ദീർഘകാലമായി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ തുടർച്ചയായി കൗൺസിലറായി വിജയിച്ചു വരുന്ന നവ്യ കൃത്യവും ക്രിയാത്മകവുമായ രാഷ്ട്രീയമാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത്. ചെറുപ്പവും വിഷയങ്ങളെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കാനുള്ള ശേഷിയും നവ്യയെ സ്വീകാര്യയാക്കി. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനുഭവ സമ്പത്തും അന്ന് ലഭിച്ച അംഗീകാരങ്ങളുമാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നവ്യയെ പരിഗണിക്കാനുള്ള ഘടകങ്ങൾ. നവ്യ ഹരിദാസിനൊപ്പം അനിൽ ആന്റണിയുടെ പേരും BJP സ്ഥാനാർത്ഥിയായി ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോഴിതാ BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യക്കുറവ് കാണിച്ചതോടെ ആശങ്കയിലാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം BJPയുടെ അഭിമാന പ്രശ്നമാണ്. ഈ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു വിഭാഗം നേതാക്കൾ എതിർക്കുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഒരു വിഭാഗം BJP നേതാക്കൾ പിന്തിരിഞ്ഞത് CPMന്റെ സ്വാധീനം കൊണ്ടാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. UDFന്റെ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ BJP മത്സരിക്കാതിരുന്നാൽ ആ വോട്ട് വിഹിതം തങ്ങൾക്ക് ലഭിക്കുമെന്ന CPMന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലിന് പിന്നിലെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. സംസ്ഥാനത്തെ CPM BJP അന്തർധാരയാണ് ഇതിലൂടെ പ്രകടമാവുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ഒരു വിഭാഗം നേതാക്കൾ സ്ഥാനാർത്ഥി വേണ്ടെന്ന് പറയുമ്പോഴും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി പരമാവധി വോട്ട് പിടിച്ച് കളം നിറയാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് അറിയുന്നു.